ഇന്ത്യയിൽ കടുവകൾ മാത്രമല്ല കടുവ സംരക്ഷകരും വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നിരീക്ഷണം ഏറെ അർത്ഥവത്തായ ഒന്നാണ്. ഇന്നലെ അന്തരിച്ച വാൽമീകി താപ്പറുടെ വിയോഗം ആ രൂക്ഷമായ യാഥാർത്ഥ്യത്തെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കടുവകളുടെ സംരക്ഷണത്തിന് വേണ്ടി ജീവിതം ഉഴിഞ്ഞുവച്ച വാൽമീകി താപ്പറെ ടൈഗർ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അനൗദ്യോഗികമായി വിളിക്കാറുള്ളത്. ഇന്ത്യയിൽ കടുവകളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രോജക്റ്റ് ടൈഗർ എന്ന പദ്ധതി നടപ്പിലാക്കിയത് 1973-ലാണ്. ഇതിൻ്റെ ആദ്യത്തെ ഡയറക്ടറായിരുന്നു കൈലാഷ് സംഗളെ. ഇദ്ദേഹത്തെയാണ് ടൈഗർ മാൻ ഓഫ് ഇന്ത്യ എന്ന് ഔദ്യോഗികമായി വിളിക്കാറുള്ളത്. രാജസ്ഥാനിലെ രൺഥംബോർ ടൈഗർ റിസർവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏകദേശം 40 കൊല്ലക്കാലം വാൽമീകി താപ്പർ പ്രവർത്തിച്ചു. രൺഥംബോർ ഫൗണ്ടേഷൻ്റെ സ്ഥാപകനും അദ്ദേഹം തന്നെയാണ്. കടുവ എൻ്റെ ജീവിതം, രൺഥംബോറും അതിനുമപ്പുറവും എന്ന പുസ്തകത്തിൽ അദ്ദേഹം നിരീക്ഷിച്ചു. മനുഷ്യരുടെ ശല്യമില്ലാതെ കടുവകൾക്ക് സ്വൈരമായി പാർക്കുവാനുള്ള ഇടങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. കടുവകൾക്ക് സ്വൈരവികാരം നടത്താൻ പ്രത്യേകം മേഖലകൾ ഉണ്ടാകണം. വാൽമീകി താപ്പറുടെ മറ്റ് പ്രധാന പുസ്തകങ്ങൾ ഇവയാണ്: ലാൻഡ് ഓഫ് ടൈഗർ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ സ്വാഭാവിക ചരിത്രം; ടൈഗർ ഫയർ, 500 ഇയേഴ്സ് ഓഫ് ടൈഗർ ഇൻ ഇന്ത്യ. BBC-ക്ക് വേണ്ടി നിരവധി ഡോക്യുമെൻ്ററികളും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമാണ് ലാൻഡ് ഓഫ് ടൈഗേഴ്സ്. രാജ്യം ഔദ്യോഗിക ബഹുമതികളൊന്നും നൽകി ആദരിച്ചില്ലെങ്കിലും കടുവകൾക്ക് വേണ്ടി അന്താരാഷ്ട്ര വേദികളിലെല്ലാം ശക്തമായി പ്രസംഗിക്കുവാൻ അദ്ദേഹം ഉണ്ടായിരുന്നു. കടുവ സംരക്ഷണത്തിൻ്റെ ഒരു ആഗോള മുഖം തന്നെയായിരുന്നു വാൽമീകി താപ്പർ. നാഷണൽ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫിൽ അംഗമായിരുന്നു അദ്ദേഹം. സരിസ്ക കടുവ സങ്കേതത്തിൽ നിന്ന് കടുവകൾ അപ്രത്യക്ഷമായതിനെ തുടർന്ന് കടുവ സങ്കേതങ്ങളുടെ മാനേജ്മെൻറ്റ് റിവ്യൂ ചെയ്യുവാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. ഇതിനെ തുടർന്ന് ടൈഗർ ടാസ്ക് ഫോഴ്സ് 2005-ൽ രൂപീകരിക്കപ്പെടുന്നു. ഇതിലും വാൽമീകി താപ്പർ അംഗമായിരുന്നു.